മൂന്നാമതും പിണറായിയെ അധികാരത്തിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ മൂന്നാമതും പിണറായി സർക്കാർ എന്നതിന് നേതൃത്വം കൊടുക്കുകയാണ് CPM എന്നാണ് അറിയുന്നത് അണിയറയിൽ. അപ്പോൾ CPMന്റെ ഈ ഒരു രഹസ്യ നീക്കത്തിന് ഇത്തരം രഹസ്യ അജണ്ടകൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നത് തോമസ് ഐസക് ആണെന്ന തരത്തിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ജയസൂര്യൻ സർ, എത്രത്തോളം ശരിയാണ് ഈ വാർത്ത? തോമസ് ഐസക് പിണറായി വിജയന്റെ തേരാളിയാവുകയാണോ അടുത്ത മുഖ്യമന്ത്രിയാവാനുള്ള? CPIM എന്ന പാർട്ടി അതീവ രഹസ്യമായി നടത്തുന്ന ഒരു നീക്കം തുടങ്ങിയിട്ട് കുറെ നാളുകളായി. അതായത് പിണറായി വിജയനെ മൂന്നാമതും അധികാരത്തിൽ എത്തിക്കുക, വീണ്ടും മുഖ്യമന്ത്രി ആക്കുക എന്നുള്ള ഒരു അജണ്ട പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് പാർട്ടി സംവിധാനങ്ങളെ മുഴുവൻ സജ്ജമാക്കുക എന്നുള്ള ഒരു പ്രക്രിയ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് അത്ര വലിയ പരസ്യമൊന്നുമല്ല, വളരെ രഹസ്യമായ രീതിയിലാണ് നടക്കുന്നത്. എല്ലാ ജില്ലാ അടിസ്ഥാനത്തിലും ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവൻ വിളിച്ചുകൂട്ടി 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ക്യാമ്പുകളായി, ആ ക്യാമ്പുകളിൽ വെച്ച് ജില്ലാതലത്തിൽ അതാത് ജില്ലയിൽ അധികാരത്തിൽ വരാൻ CPM എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യത്തെ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടത്തുകയും ഓരോ ജില്ലയിലും പാർട്ടി കൈക്കൊള്ളേണ്ടതായ അടവ് നയം രൂപീകരിക്കുകയും ചെയ്യുന്നതാണ് ഒന്നാമത്തെ ഘട്ടം. CPMന്റെ പ്രത്യയശാസ്ത്രത്തിനും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനും യോജിക്കാത്ത പല കാര്യങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ പാർട്ടിയെ അധികാരത്തിൽ എത്തിക്കാൻ കഴിയൂ എന്നും പ്രത്യേകിച്ചും പിണറായി വിജയനെ വീണ്ടും ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ആക്കിയെടുക്കുക അത്ര എളുപ്പമല്ലെന്നും പാർട്ടിക്ക് അറിയാം. കാരണം അത്രമാത്രം നെഗറ്റീവായിട്ടുള്ള ഒരു തരംഗം ഇന്ന് സംസ്ഥാനത്തുണ്ട്. എങ്കിൽ പോലും ആ നെഗറ്റീവ് തരംഗത്തെ തന്ത്രപരമായി നേരിട്ടുകൊണ്ട് അടവ് നയങ്ങളിലൂടെ ജനങ്ങളെ കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളായിരിക്കും ജില്ലാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുക. സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ഒരു നയം പാർട്ടി ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അറിയുന്നത്. ഓരോ ജില്ലയിലെയും മതത്തിന്റെ, ജാതിയുടെ, കാർഷിക മേഖലയുടെ, തൊഴിൽ മേഖലയുടെ, അങ്ങനെ ഓരോരോ മേഖലകളെയും എടുത്തു പഠിച്ചുകൊണ്ട് ഓരോ മേഖലയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ബദൽ നിർദ്ദേശം പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയെടുക്കും. ഉദാഹരണത്തിന് വന്യജീവി ശല്യം കൂടുതലുള്ള പ്രദേശത്താണെങ്കിൽ വന്യജീവി ശല്യത്തെ മുൻനിർത്തിക്കൊണ്ട് കേന്ദ്രവിരുദ്ധ സമരം നടത്തുകയും കേന്ദ്രമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കായിരിക്കും പാർട്ടി നീങ്ങുക. അതുപോലെ തന്നെ ഓരോ പ്രദേശത്ത് ഇപ്പൊ കരിമണൽ ഖനനമാണെങ്കിലും എന്തുകൊണ്ട് കരിമണൽ ഖനനത്തിൽ പിണറായി വിജയൻ നിരപരാധിയാണ്, കേന്ദ്രമാണ് കുറ്റം, അങ്ങനെ എല്ലാത്തിടത്തും ഓരോ ചെറിയ കാര്യത്തിലും കേന്ദ്രമാണ് കുറ്റം എന്നുള്ളത് കേന്ദ്രത്തിന് മേൽ കുറ്റം ചാർത്തിക്കൊണ്ട് പ്രത്യയശാസ്ത്രപരമായ അടവ് നയത്തിലൂടെ ജനങ്ങളെ എങ്ങനെ ഇത് ബോധ്യപ്പെടുത്താം എന്ന വിശാലമായ ചർച്ചയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഓരോ പ്രദേശത്തെയും ജനങ്ങൾക്ക് അതാത് പ്രാദേശിക വിഷയങ്ങൾ പാർട്ടി പരിഗണിച്ചു എന്നുള്ള വലിയൊരു സമാശ്വാസം ലഭിക്കും. എന്ന് മാത്രമല്ല, ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ആവശ്യമായ ഇപ്പൊ ചർച്ചയിലൊക്കെ പോകുന്നവർക്ക്, ചാനൽ ചർച്ചയിലൊക്കെ പോകുന്നവർക്ക് കുറച്ച് ക്യാപ്സ്യൂൾ കൊടുത്തു വിട്ടാൽ മതി. ഇപ്പൊ 2-3 ക്യാപ്സ്യൂൾ കൊടുത്താൽ ഒരു ചാനൽ ചർച്ച കടന്നു പോകും. പക്ഷേ ജനങ്ങൾക്ക് അതുപോലെ, അതുകൊണ്ടൊരു ക്യാപ്സ്യൂൾ ഫാക്ടർ തന്നെ എല്ലാ ജില്ലാ അടിസ്ഥാനത്തിലും പാർട്ടിക്ക് സ്ഥാപിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ക്യാപ്സ്യൂൾ ഫാക്ടറികൾ സ്ഥാപിച്ചുകൊണ്ട് ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ക്യാപ്സ്യൂളുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെ, അതിനുള്ള അടവ് നയമൊക്കെയാണ് ഇത്തരം ചർച്ചകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് ലോക കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ മുഴുവൻ അന്വേഷിക്കുമ്പോൾ ഇത് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ബുദ്ധിജീവിയായിട്ട് ആഗോള കമ്മ്യൂണിസത്തിൽ ആകെ കണ്ടെത്താൻ പറ്റുന്ന മഹാനായിട്ടുള്ള ഒരു ബുദ്ധിജീവിയാണ് ശ്രീ തോമസ് ഐസക്. അദ്ദേഹത്തിന്റെ ബുദ്ധിയെക്കുറിച്ച് പാർട്ടിക്ക് വലിയ മതിപ്പാണ്. ഇന്ത്യക്ക് പുറത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും വലിയ മതിപ്പാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ ചുമതല ഏൽപ്പിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോഴും ഒരു വലിയ ചോദ്യം അവിടെ അവസാനിക്കുന്നുണ്ട് ജയസൂര്യൻ സാർ. ഈ ഒരു തോമസ് ഐസക് വിചാരിച്ചത് കൊണ്ട് മാത്രം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു നെഗറ്റീവ് പിണറായിസത്തെ മറികടക്കാൻ സാധിക്കുമോ? സാധിക്കണമെന്നില്ല എന്നുള്ള വസ്തുത CPMന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ CPMനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുകയും CPMനേക്കാൾ വളരെ വീറോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന
മാധ്യമ പ്രവർത്തകരെ, പ്രത്യേകിച്ച് ചാനൽ ആങ്കർമാരെ, അതായത് ഇടതുപക്ഷത്തിന് വേണ്ടി വീറോടെ പൊരുതുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ളവരുടെ ഒരു ടീം തന്നെ രൂപീകരിച്ചുകൊണ്ട് ജനങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏത് രീതിയിൽ അവതരിപ്പിച്ചാലും അതിനെതിരെ വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിരോധം തീർക്കാൻ കഴിയുന്ന, അവരുടെയൊക്കെ വായടപ്പിക്കാൻ കഴിയുന്ന, ആടിനെ പട്ടിയാക്കി നല്ല പരിചയമുള്ള ചാനൽ ആങ്കർമാരുടെ ഒരു പാനൽ തന്നെ ഇതിനു വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് എല്ലാ ചാനലുകളിലും ഇരുന്നു കൊണ്ട് ഈ ദൗത്യം നിർവഹിക്കുന്നവരെ നമ്മുടെ രാജ്യസഭ MP ആയിട്ടുള്ള, കൈരളി ചാനലിന്റെ MP ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ, ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ തന്നെ അങ്ങനെയുള്ളവരുടെ ഒരു പാനൽ ഉണ്ടാക്കി അവരുടെ കീഴിൽ സഖാക്കന്മാർക്ക്, ഇടതുപക്ഷ നേതാക്കന്മാർക്ക്, പ്രത്യേകിച്ച് CPM നേതാക്കന്മാർക്ക് ഒരു പരിശീലന കളരി നടത്തി എങ്ങനെയാണ് ഏത് ചോദ്യത്തെയും പ്രതിരോധിക്കുന്നതെന്നും, എങ്ങനെയാണ് ജനങ്ങൾക്ക് വിശ്വാസമായാലും ഇല്ലെങ്കിലും കാര്യങ്ങൾ പറഞ്ഞവതരിപ്പിക്കുന്നത് എന്നുമുള്ള വലിയ ഒരു സ്റ്റഡി ക്ലാസ് ഇതോടുകൂടി ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സ്റ്റഡി ക്ലാസ് എല്ലാ ജില്ലാ തലത്തിലും ഉണ്ടാകും. ഒരു ജില്ലയിൽ നിന്ന് 100 പേരെയെങ്കിലും ഈ തരത്തിൽ പരിശീലിപ്പിച്ചെടുക്കും. അവരായിരിക്കും ജനങ്ങളിലേക്ക് ഈ വിഷയങ്ങൾ എത്തിക്കുക. അതായത് ചാനൽ ചർച്ചകളിലും പൊതുയോഗങ്ങളിലും കവലകളിൽ നടക്കുന്ന പരിപാടികളിലും പാർട്ടി ക്ലാസുകളിലും പിന്നെ ബുദ്ധിജീവി സാംസ്കാരിക സാഹിത്യ നായകന്മാർക്കും ഒക്കെ ഈ പരിശീലനം ഉണ്ടായിരിക്കും. അപ്പോ AKG സെന്ററിനോട് വിധേയത്വം പുലർത്തുന്ന ബുദ്ധിജീവികൾ, സാംസ്കാരിക സാഹിത്യ നായകന്മാർ, സെലിബ്രിറ്റികൾ എന്നിങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സെലിബ്രിറ്റികളെയും സാഹിത്യ സാംസ്കാരിക നായകന്മാരെയും പരിശീലിപ്പിക്കാനുള്ള ചുമതലയുടെ തലവനായിട്ട് വേടനെ നിയോഗിക്കാനും ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നേതൃത്വത്തിലായിരിക്കും തോമസ് ഐസക്കിന്റെ കീഴില് ഒരു വലിയ പട തന്നെ ഒരുങ്ങുന്നത്. എന്തെങ്കിലും പോരായ്മ വരികയാണ്, ഇതൊന്നും ഫലിക്കുന്നില്ല, ഇതെല്ലാം തകർന്നു പോയിന്നിരിക്കട്ടെ, അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നൊരു ചർച്ച പാർട്ടിക്കകത്ത് നടന്നു. അപ്പോ അതിനും മറുപടി കണ്ടെത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ തോമസ് ഐസക് മുതൽ അല്ലെങ്കിൽ വേടൻ വരെയുള്ള ആൾക്കാരുടെ നീക്കങ്ങൾ എങ്ങനെയെങ്കിലും പരാജയപ്പെട്ടാൽ ചിന്താ ജെറോമിനെ അവസാനം ഇറക്കുക എന്നുള്ളതും കൂടി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതോടുകൂടി കേരളം നിരപ്പാകും. അങ്ങനെ വീണ്ടും പിണറായി അധികാരത്തിൽ വരും എന്നാണ് വിശ്വാസം. ആഗോള കമ്മ്യൂണിസം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടിയാണ് CPM ഇത്ര സാഹസികമായ ഒരു നീക്കം നടത്തുന്നത് എന്നാണ് റിപ്പോർട്ട്. കാരണം 54 രാജ്യങ്ങളിൽ അധികാരത്തിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ചൈനയിലും ക്യൂബയിലും ലാവോസിലും മാത്രമാണ് അധികാരത്തിലുള്ളത്. 4ാമത് ഇന്ത്യയുടെ ഒരു ഭാഗമായ കേരളത്തിലും. അതുകൊണ്ട് ഈ അധികാരത്തെ നിലനിർത്തുക എന്നുള്ളത് ആഗോള കമ്മ്യൂണിസത്തിന്റെ ഒരു അജണ്ട ആണ്. അതിനെ വിജയിപ്പിക്കാൻ കഴിവുള്ള ഒരേ ഒരാൾ, അതിന് നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള ഒരേ ഒരാൾ ശ്രീ പിണറായി വിജയനാണ് എന്നാണ് ആഗോള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതിനാവശ്യമായിട്ടുള്ള ബുദ്ധികേന്ദ്രമായി തോമസ് ഐസക്കിനേക്കാൾ വലിയ ഒരാളെ കണ്ടെത്താൻ ആഗോള കമ്മ്യൂണിസത്തിന് സാധിക്കാത്ത സാഹചര്യത്തിലാണ് അടിയന്തര പ്രാധാന്യമുള്ള അതീവ നിർണായകമായ ഇത്തരം തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന് അത് കഴിയാതെ വന്നാൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനുള്ളവരുടെ നിരയാണ്, ലിസ്റ്റാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. എന്തു തന്നെയാണെങ്കിലും പിണറായി വിജയൻ 3ാമതും അധികാരത്തിൽ വരിക എന്നുള്ള ആത്യന്തികമായ ലക്ഷ്യം കേരളത്തിലെ പ്രബുദ്ധരിൽ പ്രബുദ്ധരായ ജനങ്ങൾ സാധിച്ചു കൊടുക്കും എന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ആത്മാർത്ഥമായ വിലയിരുത്തൽ. തോമസ് ഐസക്കിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ അടുത്ത മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു നേതൃത്വത്തിന്റെ ഒരു തീരുമാനം തോമസ് ഐസക്കിൽ നിക്ഷിപ്തമാകുന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിന് ബൂത്ത് തലത്തിൽ അങ്ങനെ താഴെത്തട്ടിൽ മുതൽ സംഘടിതമായി പ്രവർത്തനങ്ങൾ നടത്താൻ പാർട്ടിക്ക് തീരുമാനം നൽകുന്നു. 3ാമതും മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലെത്താൻ, മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ചുക്കാൻ പിടിക്കുന്നത് തോമസ് ഐസക്കാണ്. സാമ്പത്തിക വിദഗ്ധൻ മാത്രമല്ല, താനൊരു രാഷ്ട്രീയ ചാണക്യൻ കൂടിയാണെന്ന് തോമസ് ഐസക് ഇതുവഴി തെളിയിക്കുമോ എന്നൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി അധികാരത്തിൽ ഏൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്തൊക്കെ നമുക്ക് കണക്ക് കൂട്ടാം എന്ന് കരുതുന്നു. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ.